കഥയുടെ ക്ലൈമാക്സ് ആകാറായെന്ന് തോന്നുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്ന സുജാത കൃഷുമായിട്ട് തർക്കിക്കുന്നതാണ്. ബലരാമനെ നീ എന്താടാ ചെയ്തത്? ബലരാമനെ നീ കൊന്നു കളഞ്ഞോ, കുഴിച്ചു മൂടിയോ? ബലരാമനെ നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് താഴെ ഒരാൾ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു, മാനസ. ഇതൊന്നും അറിയാതെയാണ് സുജാതി കൃഷ മുകളിൽ നിന്ന് സംസാരിക്കുന്നത്. തുടർന്ന് കൃഷ നിഷേധിക്കുകയാണ്. അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. ബലരാമേട്ടൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടല്ല ബലരാമേട്ടൻ ഇവിടുന്ന് പോയിരിക്കുന്നത്. എന്നാൽ അപ്പോഴും സുജാത നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണനോട്, നീ ഒന്നും പറയണ്ട, എനിക്കറിയാം നിനക്കും അച്ഛനും ബലരാമൻ തിരിച്ചു വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നോക്ക് കൃഷ്, ബലരാമനാണ് എൻ്റെ മകൻ. ഞാൻ പ്രസവിച്ച മകൻ ബലരാമനാണ്. നീ എൻ്റെ മകനല്ല. നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ല. എന്നാൽ ഇത് കേട്ട് താഴെ നിൽക്കുന്ന മാനസ ഞെട്ടി നിൽക്കുകയാണ്, വിശ്വസിക്കാനാകാതെ. ഞാൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ നിന്റെയും നിന്റെ അച്ഛൻ്റെയും മാറ്റങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വിശ്വാസമില്ല. ബലരാമനെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തോ ചെയ്തിരിക്കുകയാണ്, അപായപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് സത്യം അറിയണം. നീ ബലരാമൻ എന്താണ് ചെയ്തത്? എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും അമ്മയോട്, അമ്മ എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ ബലരാമേട്ടനെ ഒന്നും ചെയ്തിട്ടില്ല. ബലരാമേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബലരാമേട്ടൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ അത് കേട്ട് സുജാത വീണ്ടും കൃഷ്ണനോട്, ഇതൊക്കെ തന്നെയാണ് നിന്റെ അച്ഛനും പറഞ്ഞ, അതുകൊണ്ട് നിനക്കും നിന്റെ അച്ഛനും ഇതിൽ നല്ല പങ്കുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് നിന്നെ ഇപ്പോൾ ഒട്ടും വിശ്വാസമില്ല. കാരണം ഞാൻ എന്തിനു നിന്നെ വിശ്വസിക്കണം? നീ എൻ്റെ മകനൊന്നും അല്ലല്ലോ. എന്നാൽ അത് കേട്ട് കൃഷ്ണന്റെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരികയാണ്. തുടർന്ന് കൃഷ്ണ അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും സുജാത കൃഷ്ണനെ തടയുകയാണ്. എനിക്ക് അറിയണം ബലരാമൻ എന്താണ് സംഭവിച്ചതെന്ന്. ബലരാമനെ എനിക്ക് തിരികെ കിട്ടിയിരിക്കണം, അതല്ലെങ്കിൽ ഞാൻ പോലീസിൽ പരാതിപ്പെടും. നീയും നിന്റെ അച്ഛനും ചേർന്ന് ബലരാമനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോലീസിൽ പരാതിപ്പെടുമെന്ന് കടുപ്പിച്ച് തന്നെ പറയുകയാണ് സുജാത. ഇത് പറഞ്ഞുകൊണ്ട് സുജാത നല്ല ഗൗരവത്തിൽ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നാൽ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് തിരികെ വരണ്ടായിരുന്നു, എന്തിനാണ് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് കൃഷ്. എന്നാൽ ഇതെല്ലാം കേട്ട് താഴെ വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന മാനസ, അയ്യോ ഇത്രയും നാള് ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടന്നിരുന്നത് ഒരു അനാഥനെയാണോ? തുറന്നു കാണിക്കുന്ന മാനസിയാണ്. മാനസ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം നേരെ വരുണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് വരുണ് ധൈര്യം കൊടുക്കുകയാണ്. വരുണ്, നമ്മൾ ജയിച്ചട. കൃഷ്ണി കൺമണിയും ആജീവനാന്തം പൂട്ടിടാനുള്ള ഒരു നമ്പർ 1 പൂട്ട് എനിക്ക് കിട്ടിയിരിക്കുകയാണെന്നുള്ളത് കേട്ട് വരുൺ മാനസിക്ക് എന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ, അതിപ്പോൾ നിന്നോട് പറയാൻ എനിക്ക് താല്പര്യമില്ല, എപ്പോഴെങ്കിലും നീ അത് അറിഞ്ഞോളും എന്ന് പറയുകയാണ്. എന്തായാലും ഇനി നിനക്ക് സന്തോഷിക്കാനുള്ള വകയാണ്, കൺമണിയെ നിനക്ക് തന്നെ കിട്ടും വരുണേ എന്ന് പറഞ്ഞുകൊണ്ട് മാനസ അവിടുന്ന് പോവുകയാണ്. എന്നാൽ മാനസ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാകാതെ തലയ്ക്ക് കൈവച്ച് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് വരുൺ. തുറന്ന് കാണിക്കുന്ന സാഗർ ആന്റിയമ്മയും വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. നല്ല സന്തോഷത്തോടു കൂടിയാണ് സാഗർ ആന്റിയമ്മയൊക്കെ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. തുറന്ന് ആന്റിയമ്മ പിന്നെ സാഗറിനെ വിളിച്ചിട്ട്, എടാ സാഗറെ, എനിക്കൊരു സംശയം, ഇന്ന് കൃഷി തിരികെ വീട്ടിലേക്ക് പോകുമെന്ന് ചോദിക്കുകയാണ്. എന്നുള്ളത് കേട്ട സാഗർ, ആന്റിയമ്മ ഇത് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? കൃഷ്ണ എങ്ങനെയാണ് ഇന്ന് വീട്ടിൽ പോകാൻ പറ്റുന്നത്? കൃഷ്ണനെ സുജാത ഒരിക്കലും മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടില്ല. കൃഷ്ണ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുമെന്ന് പറയുകയാണ് സാഗർ. തുറന്ന് സാഗർ ആന്റിയമ്മ കൃഷ്ണി സുജാതയെല്ലാം വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുജാത വരികയാണ്. നല്ല ഗൗരവത്തിലാണ് സുജാത വരുന്നത്. തുറന്ന സാഗർ പിന്നെ സുജാതയോട്, അല്ല കൃഷ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് സാഗർ അകത്തേക്ക് കൃഷ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത എന്ത് പറയണമെന്നറിയാതെ നല്ല ഗൗരവത്തിൽ തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് സാഗർ വീണ്ടും സുജാതയുടെ അടുത്തേക്ക് എന്നിട്ട്, സുജാത കൃഷി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുജാത, കൃഷി വെടിയില്ല, കൃഷി പോയി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആന്റിയമ്മയും സാഗർ ഞെട്ടി നിൽക്കുകയാണ്. കൃഷിയുടെ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ് സുജാതയോട്. എന്നാൽ അത് കേട്ട് സുജാത, അതൊന്നും എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. നല്ല ഗൗരവത്തിലാണ് അത് പറയുന്നത്. എന്നാൽ അത് കേട്ട് സാഗറിന് ആന്റിയമ്മയ്ക്ക് അതിലെതിരെ എന്തൊരു പന്തിക്കേട് തോന്നുകയാണ്. തുടർന്ന് രണ്ടുപേര് സുജാതയോട്, എന്താണ് സുജാത നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ വന്നിട്ടല്ലേ കൃഷി പോകാവോ? കൃഷി ഞങ്ങളോട് പറയാതെ കൃഷി എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത വീണ്ടും നല്ല ഗൗരവത്തിൽ, അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയണമെങ്കിൽ കൃഷ്ണ തന്നെ വിളിച്ചു ചോദിച്ചോളാൻ പറയുകയാണ്. കൃഷ്ണ എന്നോട് പറഞ്ഞിട്ടല്ല ഇവിടുന്ന് പോയത്, പിന്നെ ഞാൻ എന്ത് പറയാനാണെന്ന് നല്ല ഗൗരവത്തിൽ പറയുകയാണ്. എന്നാൽ ആ മറുപടി കേട്ട് ഇതിലെന്തോ പത്തിക്കേട് തോന്നിയ സാഗർ പിന്നെ സുജാതയോട്, സത്യം പറ സുജാത, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അത് ശരി, അപ്പോൾ ഇവിടത്തെ പ്രശ്നക്കാരി ഞാനാണല്ലേ, ഇപ്പോൾ എന്റെ മേത്തായോ കുറ്റം എന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് സുജാത നല്ല ദേഷ്യത്തിൽ അവിടുന്ന് പോവുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാഗറും ആന്റിയമ്മയും. തുടർന്ന് ആന്റിയമ്മ പിന്നെ സാഗറിനോട്, സാഗർ ഇവിടെ എന്തോ കാര്യമായ പ്രശ്നം സംഭവിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. സുജാതയുടെ മറുപടി കണ്ടില്ലേ, നമ്മൾ പോകുമ്പോൾ ഉണ്ടായ സുജാതയെ അല്ല ഇപ്പോൾ
സുജാത ഇപ്പോൾ ആളാകെ മാറിയിരിക്കുകയാണ്. എലക്ഷൻ ജയിച്ച് ചില നിയുക്ത ഓന്തുകളെ പോലെ നിറം മാറിയിരിക്കുകയാണ് സുജാത. ഇവിടെ എന്തോ കാര്യമായി സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറിനാകെ പേടിയാവുകയാണ്. തുടർന്ന് സാഗർ ഞാൻ കൃഷ്ണ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ എടുത്തിട്ട് കൃഷ്ണ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ ദേവ്ജിയുടെ വീട്ടിലാകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് സാഗറിന്റെ കോൾ വരുന്നത്. കുറച്ചു നേരം കൃഷി ഇങ്ങനെ കോൾ നോക്കുകയാണ് എടുക്കണോ വേണ്ടിയെന്ന്. തുടർന്ന് കൃഷ്ണ ഫോൺ എടുക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണയോട് എടാ കൃഷ്ണ നീ എന്താടാ പെട്ടെന്ന് പോയത്, ഞങ്ങൾ വരുന്നതിന് മുമ്പ് നീ എന്താടാ പോയതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ സങ്കടപ്പെട്ടുകൊണ്ട് ഒന്നുമില്ല അച്ഛ. തുടർന്ന് സാഗർ വീണ്ടും കൃഷ്ണനോട് അല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട്, നീയും സുജാതയും തമ്മിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്തോ പ്രശ്നമാണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. എന്തോ ഗൗരവമുള്ള പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ അച്ഛനെ ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുമോ, അച്ഛന് ഇവിടം വരെ ഒന്ന് വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വളരെ ഗൗരവമുള്ള ഒരു കാര്യം അച്ഛനോട് സംസാരിക്കാനുണ്ട്, അച്ഛൻ ഒന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന മാനസിയുടെ വീടാണ്. മാനസിയുടെ അച്ഛൻ നല്ല ഗൗരവത്തിലിരിക്കുകയാണ്. തുറന്ന മാനസിയുടെ അമ്മ ജയമോന്റെ അടുത്ത് എന്താണ് നിങ്ങൾ ഇത്ര സീരിയസ് ആയി ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങളും മാനസിയും കൂടി എന്തെങ്കിലും കൊരട്ടൊപ്പിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോന് നല്ല ദേഷ്യം വരികയാണ്. എന്നാൽ ഈ സമയത്താണ് സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് മാനസ് അങ്ങോട്ട് വരുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.